ഇവരെ പോലെ എൻ്റെ ഫാമിലി ആയിരുന്നുവെങ്കിൽ, ഇവരെ പോലെ ഞാനും ആയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ കുറവായിരിക്കും. അത്രത്തോളം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള അഭിനയം തന്നെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രവീൺ പ്രണവ് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ പല വീഡിയോസിലും നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ അതൊന്നുമല്ല അവരുടെ യഥാർത്ഥ ജീവിതമെന്ന് ഇന്നലെ തന്നെ അവർ അൺബോക്സ് ചെയ്യുകയും ചെയ്തു. ഗർഭിണിയായ തൻ്റെ ഭാര്യയെ വരെ ഉപദ്രവിക്കാൻ മാത്രം ക്രൂരയാണ് തൻ്റെ ബ്രദറും അതേപോലെ തന്നെ തൻ്റെ അമ്മയും തൻ്റെ അച്ഛനുമെന്ന് അവർ തന്നെ ഇന്നലെ തെളിയിച്ചു തന്നു. എന്നാൽ ഇതുവരെ അവർ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും അഭിനയം മാത്രമായിരുന്നെന്നും ശരിക്കും പറഞ്ഞാൽ അതിലൂടെ അവരെ വീഡിയോസ് കണ്ട് എനിക്കും ഇതുപോലെ ആവണമെന്ന് ആഗ്രഹിച്ച എല്ലാവരെയും തന്നെ വഞ്ചിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് പല ഫാമിലി വ്ളോഗേഴ്സിൻ്റെയും അവസ്ഥ. എന്തു തന്നെയായാലും ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു പക്ഷേ ഏതൊരു പെൺകുട്ടിക്കും അതല്ലെങ്കിൽ ഏതൊരു മനുഷ്യനും തീർച്ചയായിട്ടും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യങ്ങളാണ്. ഗർഭിണിയായ ഭാര്യയെ ക്രൂരമായി ഉപദ്രവിക്കുക, മകനെ വേർതിരിച്ച് കാണുക, മകനെ അടിക്കുക, കടിക്കുക, രക്തം വരുന്നത് വരെ പീഡിപ്പിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുമായിരുന്നു അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അതിനെക്കുറിച്ച് അവർക്ക് തന്നെ പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരുപക്ഷെ ഏതൊരു മകനും തീർച്ചയായിട്ടും ഈ സാഹചര്യത്തിൽ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എൻ്റെ അമ്മ, എൻ്റെ അനിയൻ, ഇതെല്ലാം അനുഭവിച്ചത് ഞാനും പറഞ്ഞു. നീ പറഞ്ഞു ഈ ഒരു ഗർഭിണിയായിട്ട് നിന്നെ ഇവിടെ ഈ വീട്ടിൽ എന്തൊക്കെ ചെയ്ത് നീ പറഞ്ഞു. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനമോ രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത് ആണ്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാണ്. മാലയും പൊട്ടി അവിടുന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ? മുരുകനുണ്ടാക്കിയിട്ടതല്ല, നാടുമില്ലെങ്കിൽ നാടും മാനം ഉണ്ടെങ്കിൽ ഇറങ്ങി. ഞാനതിനെല്ലാ പ്രശ്നം എൻ്റെ പ്ലാനിങ് ആയിരുന്നെന്നും എനിക്കറിഞ്ഞൂടെ. എന്തൊക്കെ പറഞ്ഞൊരു കൊച്ചു പിടിച്ച് ചീത്ത കുറേ ചീത്ത പിടിച്ച് നിന്റെ കഥവ് ഇവിടെ പിടിച്ചുകൊണ്ട് എന്തൊക്കെ മാറുമെന്നും പറഞ്ഞവർ രണ്ടടിയാണ്. ആരൊക്കെ അടിച്ചത്? ലീഗലി പോവാം. നിന്നെ ഗർഭിണിയായിരുന്നു ആരൊക്കെ അടിച്ചത്? പറ. എൻ്റെ വയറെന്നും പറഞ്ഞാൽ പിടിച്ചിട്ട് പോലെ എത്ര ഒരു മക്കൾ ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ഞാൻ പറയുക, ഇത് കേൾക്കാൻ വേണ്ടി പറയുക, സങ്കടമുണ്ടെന്ന് പറയാം. രണ്ട് മക്കളെ ഒരേ രീതി സ്നേഹിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ വളർത്താൻ നിൽക്കരുത്, ആദ്യമേ ഒഴിവാക്കിയേക്കണം. സീരിയസ് ആയിട്ട് അത്രയ്ക്ക് വിഷമമുണ്ടെന്ന് പറയുന്നത്. ഞാൻ ഇനി വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ നമ്മളിന്ന് വീഡിയോ എടുത്തോണ്ട് പ്രൊമോഷൻ വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പോൾ ഇതിലേക്കൂടെ പോയി ഏറ്റവും ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് രണ്ടെണ്ണവും കൂടെ ഇറങ്ങി വന്ന് അടിയായി. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് മാറ്റാൻ അമ്മയും ശേഷം കുറേ ഇടിയിട്ട് ഇവിടെയൊക്കെ ഞാൻ തറ വീണ് എന്നെ കുറേ പറഞ്ഞിട്ട് ഇവരുടെയൊക്കെ മനസ്സിൽ ഇത്രയും ദേഷ്യമുണ്ട്. മുറിവ് പിടിച്ചുകൊണ്ടിരുന്ന എത്ര ചീത്ത വിളിച്ചത്. തറയിലടിച്ച് കത്തി ചെയ്തിട്ട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി വീടാ, ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഇറങ്ങിക്കോളാൻ. കുഞ്ഞുമായിട്ട് കിടക്കും 9 മാസം. ഞാൻ എനിക്ക് തൊന്നിട്ട് ഞാൻ എൻ്റെ വയറ് ഇവരുടെ മുഴുവൻ വീഡിയോസും കണ്ടു തീർത്താൽ തീർച്ചയായിട്ടും മനസ്സിലുള്ളവന് കരയാതിരിക്കാൻ സാധിക്കുകയില്ല. അത്രയ്ക്കും ക്രൂരതയാണ് ഇവർ ജീവിതത്തിലൊക്കെ തന്നെ അനുഭവിച്ചത്. അതൊക്കെയും തന്നെയാണ് ആ പെൺകുട്ടി തുറന്നു പറയുന്നത്. അതിലപ്പുറം തന്നെ ഈ മകൻ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും തന്നെ മക്കളെ വേർതിരിച്ച് ഒരു അച്ഛനും അമ്മയും കാണാൻ പാടില്ല എന്ന്. ചില വീട്ടിലെങ്കിലും ഈ ഒരു സാഹചര്യം ഉണ്ട്. അതായത് അച്ഛനും അമ്മയ്ക്കും ഒരു മകനോട് മാത്രം കൂടുതൽ ഇഷ്ടം. മറ്റൊരു മകൻ എന്ത് ചെയ്താലും, എത്ര തന്നെ നല്ല കാര്യങ്ങൾ ചെയ്താലും അവനെ അകറ്റി നിർത്തുക, അവനെ ഒഴിവാക്കുക, അവനൊന്നും ചെയ്തില്ല എന്ന രീതിയിൽ സംസാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതൊരു മകനും താങ്ങാൻ സാധിക്കുന്നതിലും അപ്പുറമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവനോടുള്ള വൈരാഗ്യം തന്നെ അവൻ്റെ വൈഫിനോട് കാണിക്കുക. വൈഫിനെ എന്തെങ്കിലും കാര്യത്തിൽ മകൻ സഹായിക്കുന്നത് കണ്ടാൽ അവൻ പെൺകോന്തനാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും തന്നെയായി പഴയ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരുപാട് തന്തമാരും തള്ളമാരും ഇപ്പോഴും കേരളത്തിലുണ്ട്.
അതിനുമപ്പുറം ഒരുപാട് പണമുണ്ടായിട്ടൊന്നും കാര്യമില്ല. പഴയ കാലത്തുള്ള മനസ്സ് ഒരിക്കലും തന്നെ മാറ്റാൻ സാധിക്കാത്ത മകൻ്റെ അടിമ മാത്രമാണ് ഭാര്യ എന്ന് ചിന്തിക്കുന്ന മാതാവും പിതാവും, മകൻ്റെ അടിമ ഞങ്ങളുടെയും അടിമ മാത്രമാണെന്ന് ചിന്തിക്കുന്ന മാതാവ്, വീട്ടിൽ വന്നു കയറിയ പെണ്ണ് മാത്രമാണ് ജോലികളൊക്കെയും തന്നെ ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുന്ന മാതാവ്, വന്നു കയറിയ പെൺകുട്ടി വന്നു കയറിയത് മാത്രമാണെന്നും അത് തൻ്റെ മകനല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് അച്ഛനും അമ്മയുമാരുള്ള കേരളത്തിൽ ഇതുപോലെ സംഭവിക്കുന്നതിൽ അത്ഭുതമില്ല. ഒരു ഭർത്താവ് തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അമ്മയ്ക്ക് നൽകേണ്ട പരിഗണന നൽകുന്നതോടൊപ്പം തന്നെ ഭാര്യയെ ചേർത്ത് പിടിക്കുകയും ചെയ്യണം. കാരണം ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതീക്ഷ മുഴുവനും അവരുടെ ഭർത്താവിലാണ്. ആ ഭർത്താവ് പലപ്പോഴും അവളെ തനിച്ചാക്കി പോകുന്നു എന്ന് തോന്നിയാൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെയും തന്നെ അത് കാരണമാവും. ആ സാഹചര്യത്തിൽ ഈ മനുഷ്യൻ ഈ ഭാര്യയെ ചേർത്ത് പിടിച്ചതിൽ സന്തോഷം മാത്രം. പക്ഷേ ഇവരുടെ ഫാമിലിയിലും, അതായത് ഇങ്ങനെയൊക്കെ ഫാമിലി വ്ലോഗ് ചെയ്ത് കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം കൊതിപ്പിച്ചിരുന്ന ഒരു ഫാമിലിയിലും ഇതുപോലെയാണ് സംഭവിക്കുന്നത് എന്ന് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഞെട്ടും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തു തന്നെയായാലും ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഇത് പഴയ കാലമല്ല. എല്ലാവർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്, അവരുടേതായ സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെയും തന്നെ മാനിച്ചു കൊണ്ടാവണം അച്ഛനും മക്കളും തമ്മിലുള്ള ബന്ധം ഉണ്ടാവേണ്ടതും ഭാര്യയെ പരിഗണിക്കേണ്ടതും. അങ്ങനെയുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മൾ മക്കളെ വളർത്തേണ്ടതും. തീർച്ചയായിട്ടും മക്കളെ വേർതിരിച്ചൊരിക്കലും തന്നെ കാണാൻ പാടില്ല. എല്ലാ മക്കളോടും ഒരേപോലെ സ്നേഹം തന്നെ ഉണ്ടാവണം അമ്മയ്ക്കും അച്ഛനും. അതിന് സാധിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും അവളെ വളർത്താൻ നിൽക്കരുത്.